ഇത് ശിവരാത്രിയാണ് അല്ലേ? ഇത് ശിവരാത്രി ആഘോഷിക്കാൻ ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അർദ്ധരാത്രിക്ക് ശേഷമാണ് ബലിതർപ്പണം ആരംഭിക്കുക. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളുണ്ടാവും. അർജുൻ മട്ടന്നൂർ ചേരുന്നു. മണപ്പുറത്ത് നിന്നും ആലുവ ശിവരാത്രി സാധുവ പറയും, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ എന്നൊരു പ്രയോഗമുണ്ട്. അത് കാണണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആലുവ മണപ്പുറത്തോട്ട് വന്നാൽ മതി. രാവിലെ വലിയ തിരക്കില്ല എന്നാണ് തോന്നുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ശിവരാത്രി ആശംസകൾ. ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട പരിചയമില്ലല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആൾത്തിരക്കൊന്നും രാവിലെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരത്തേക്കാണ് ചടങ്ങുകൾ തുടങ്ങുമ്പോൾ വലിയ തിരക്കായിരിക്കുമല്ലേ? മണപ്പുറം ഒരുങ്ങിയോ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ആലുവ മണപ്പുറത്തേക്ക് നിരവധി വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ അരുൺകുമാർ പറഞ്ഞതുപോലെ വലിയ തിരക്ക് നിലവിൽ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും കൂടുതൽ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുള്ളത്. ഇത്തവണ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ശിവരാത്രി പൂജയ്ക്ക് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിക്കുന്നത്. പക്ഷേ 3 ദിവസവും തർപ്പണത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ നിരവധി വിശ്വാസികൾ വന്ന് ബലിതർപ്പണം നടത്തുന്നുണ്ട്. 116 ബലിത്തറകളടക്കം ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ചൊവ്വാഴ്ച വാവുബലിയാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസം തർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 116 ബലിത്തറകൾ, അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾക്കും മറ്റും ആലുവയിലേക്ക് എത്താൻ വേണ്ടി KSRTCയുടെ അധിക സർവീസുകൾ, പ്രത്യേക സർവീസുകൾ, റെയിൽവേയുടെ പ്രത്യേക ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിൽ മെട്രോ ഇന്ന് രാത്രിയും സർവീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ്. വൈകിട്ടോടുകൂടി ആലുവ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങും. അതിനുശേഷം നാളെ ഉച്ചവരെ വലിയ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞാൻ കൊടുങ്ങല്ലൂർ. എല്ലാ തവണയും ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. എവിടുന്നാ? കൊടുങ്ങല്ലൂർ, ആരോണംകുളം. എല്ലാ വർഷവും? എല്ലാ വർഷവും വരും. കഴിഞ്ഞു. അങ്ങനെയാണ് അരുൺകുമാർ. എന്തായാലും വിശ്വാസികളൊക്കെ ഉണ്ട്. ചേട്ടാ ഇവിടെ തന്നെയാണോ? അല്ല, എൻ്റെ വീട് പത്തനംതിട്ടയാണ്. എല്ലാ വർഷവും ഇവിടെ വരാം? ഉണ്ട്. അതെ. ബലിതർപ്പണം കഴിഞ്ഞില്ല, നടക്കുന്നേ ഉള്ളൂ. ഓക്കെ. അരുൺകുമാർ, അങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 3 ദിവസം ബലിതർപ്പണം ഉള്ളത് കൊണ്ട് തന്നെ വിശ്വാസികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരുപക്ഷെ നാളെ ഇതിനേക്കാൾ ഏറെ തിരക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മണപ്പുറം നിറയും വൈകുന്നേരത്തോടു കൂടി എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് മുങ്ങൽ വിദഗ്ധർ, നാവിക സേനയുടെ സൗകര്യം, ഫയർഫോഴ്സ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക ക്രമീകരണങ്ങളാണ് ആലുവ മണപ്പുറത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ബലിതർപ്പണത്തിൻ്റെ ഭാഗമായുള്ള പിതൃതർപ്പണ ചടങ്ങിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളാണ്. എന്തായാലും ഇത്തരത്തിൽ 116 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. വിശ്വാസികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിനകത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ ക്യൂ ക്ഷേത്രത്തിനകത്തും ദൃശ്യമാണ്. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട അർജുൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലുവയിൽ ഈ ശിവരാത്രി ദിവസം രാവിലെ പോകുമ്പോഴല്ലോ വേറൊരു ഫീലാണ്. അവിടെ പ്രത്യേകിച്ച് ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, സൂപ്പറാ. പ്രത്യേകിച്ച് ഒരു ചെറിയ തണുപ്പിൽ ഒരു ചെറിയ വൈബൊക്കെ ഉണ്ട് ആലുവയിൽ നിങ്ങൾ വന്നാൽ. പക്ഷെ വൈകുന്നേരമായാൽ നല്ല തിരക്കാണ്. ആ നല്ല തിരക്കിന് വേറൊരു അനുഭവമാണ് ഉള്ളത്. ഇങ്ങനെ മണൽ വാരിയിട്ട് താഴെ വീഴില്ല, അതേപോലെ തിരക്കായിരിക്കും വൈകുന്നേരം. അത്ര നല്ല തിരക്കുണ്ട്. അങ്ങനെയാണല്ലോ ആ പ്രയോഗം തന്നെ വന്നത്. എത്രയോ മനുഷ്യർ പല നാടുകളിൽ നിന്ന് വന്ന് തിരികെ പോയി. ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട പരിചയം പോലും ഇല്ലേടേ എന്ന് ചോദിക്കാറുണ്ട്.